നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നസെന്റിന്റെ ഓർമ്മ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ച് മന്ത്രി ആർ ബിന്ദു. ഇന്നസെന്റ് ഏട്ടന്റെ കളിതമാശകളുടെ ഓളമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പകം മുറുകുകയാണെന്നാണ് മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ചിരിയും കാര്യവും ഒരുമിച്ച് വിതറി രാഷ്ട്രീയം പറയുന്ന ഇന്നസെന്റ് സ്റ്റൈൽ ചരിത്രത്തിൽ മറഞ്ഞിട്ട് ഒരു വർഷമായത് വേദനയോടെ ഓർക്കുകയാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എൻഡിഎക്ക് ദുർബല സ്ഥാനാർത്ഥി. നടൻ സി കൃഷ്ണകുമാറിനെ ബി.ജെ.പി. ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതോടെ പതിവ് പോലെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി എൻ.കെ. പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് കൊല്ലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയതെന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. IPL-ൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 4 വിക്കറ്റ് വിജയം. വിരാട് കോഹ്ലിയുടെ 77 റൺസ് ഇന്നിംഗ്സ് മികവിലാണ് 4 പന്ത് ബാക്കി നിൽക്കെ RCB വിജയലക്ഷ്യം മറികടന്നത്. അർദ്ധ സെഞ്ചുറിയോളം പോന്ന ക്യാപ്റ്റൻ ശിഖർ ധവാന്റെ 45 റൺസ് ഇന്നിംഗ്സ് ആയിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന്റെ അടിത്തറ. ശിഖർ ധവാനൊപ്പം മൂന്നാമതായി ഇറങ്ങിയ പ്രഭ് സിമ്രാനും കൂടി ചേർന്നതോടെ പഞ്ചാബിന്റെ റണ്ണൊഴുക്കം കൂടി. ഇരുവരും ചേർന്ന് 55 റൺസ് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഗെയിൻ മാക്സ്വൽ ധവാന്റെയും പ്രഭ് സിമ്രാന്റെയും വിക്കറ്റ് എടുക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.